എങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കൾ കുട്ടികൾക്ക് വേണ്ടി കോഴ്സുകൾ തിരഞ്ഞെടുക്കുക? അവർ +2 സയൻസിന് പോകണോ ഹ്യൂമാനിറ്റീസിന് പോകണോ എന്ന കാര്യത്തിൽ ആധികാരികം അഭിപ്രായം പറയാൻ മാത്രം നമ്മുടെ മാതാപിതാക്കൾക്ക് ഇന്നത്തെ കാലത്ത് കഴിയുന്നുണ്ടോ? അപ്പോൾ കുട്ടികളുടെ മാതാപിതാക്കളുടെ ഇടപെടൽ എത്രമാത്രം ആ നിലയിൽ സ്കൂളുകളിൽ സാറിന് അനുഭവപ്പെട്ടിട്ടുണ്ട്? കുട്ടികൾ അവർക്ക് താല്പര്യമുള്ള സ്ഥലത്തേക്ക് പോകണമെന്ന് പറയുമ്പം ശരാശരി കേരളത്തിലെ മാതാപിതാക്കളുടെ പ്രതികരണം എന്താണ്? അവർക്ക് എന്ത് അഡ്വൈസാണ് സാറിന് കൊടുക്കാനുള്ളത്? വളരെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണിത്. ഞാൻ കഴിഞ്ഞ 4 പതിറ്റാണ്ടെന്ന് പറയാം, 39 വർഷം പൂർത്തിയാക്കി 40ാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ്. +2 തലത്തിൽ ഇപ്പോഴും മുൻകാലങ്ങളിൽ പ്രീ ഡിഗ്രി തലത്തിലേക്കും പ്രവേശിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ പണ്ട് കാലത്ത് അവരാദ്യം പറഞ്ഞത് സയൻസ് എന്നായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് ബയോമാസ് എന്നായി. അതിന് ഈ 3 പതിറ്റാണ്ടിലേറെയായിട്ട് മാറ്റമൊന്നുമില്ല. ഇപ്പോഴും കുട്ടികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഒരേപോലെ ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും ബയോമാസിന് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളതാണ്. എന്നാൽ ബയോമാസിന് പഠിക്കേണ്ടെന്നോ അല്ലെങ്കിൽ മാത്സ് കമ്പ്യൂട്ടർ പഠിക്കേണ്ടെന്നോ മാത്സ് AI പഠിക്കേണ്ടെന്നോ അല്ല, കുട്ടികളാണ് അവരവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള കോഴ്സസ് ഉചിതമായ ഭാവിയിലേക്ക്. വാസ്തവത്തിൽ പണ്ടത്തെ പോലെ നമ്മൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്, ഫോർത്ത് ഗ്രൂപ്പ് എന്നോ ഇപ്പോൾ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നോ ഉള്ള രീതിയിലുള്ളതിന് പകരം യഥാർത്ഥത്തിൽ CBSE തലത്തിലും ഭാവിയിൽ നമ്മുടെ സ്റ്റേറ്റ് തലത്തിലുമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെയൊക്കെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ളൊരു വേർതിരിവില്ലാതാകുകയാണ്. സയൻസ് സെപ്പറേഷനില്ല, കൊമേഴ്സ് സെപ്പറേഷനില്ല, ഹ്യൂമാനിറ്റീസ് സെപ്പറേഷനില്ല. കുട്ടികൾക്ക് ഫിസിക്സിനോടൊപ്പം അക്കൗണ്ടൻസിയും പഠിക്കാം, വേണമെങ്കിൽ പൊളിറ്റിക്കൽ സയൻസും പഠിക്കാം, ലീഗൽ സ്റ്റഡീസും പഠിക്കാം. അങ്ങനെ ഡിഫറെൻറ്റ് ഫാക്കൽറ്റീസ്, ഡിഫറെൻറ്റ് സബ്ജക്ട്സ് കോർത്തിണക്കിക്കൊണ്ട് പഠിക്കാവുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് ഭാവിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ യഥാർത്ഥത്തിൽ തീരുമാനമെടുക്കാൻ അവർക്ക് തീർച്ചയായിട്ടും 16 വയസ്സ് കഴിയുമ്പോൾ, 10ാം ക്ലാസ് കഴിയുമ്പോൾ അവർക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടാകാറുണ്ട്. അതിനനുസരിച്ച് കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണത്, ഇപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളൊക്കെ നടത്താനൊക്കെ ഉള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഞാൻ അതൊന്നും അല്ല പറയുന്നത്. പക്ഷേ ഇവിടെ പ്രധാന പ്രശ്നം രക്ഷിതാക്കളും അഥവാ രക്ഷിതാക്കളടങ്ങുന്ന നമ്മൾ ഒരുമിച്ച് ഈ ഇരിക്കുന്ന സമൂഹമാണ്. ഈ സമൂഹം കുറച്ചൊരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു കൺവെൻഷണൽ സ്റ്റൈലിൽ നിന്ന് മാറാൻ എപ്പോൾ തയ്യാറാകുന്നു അന്ന് മാത്രമേ നമ്മുടെ ഭാവി, കുട്ടികളുടെ ഭാവി നമുക്ക് നല്ല ശോഭനമാക്കി മാറ്റാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇത്തരം ചർച്ചകളുടെ പ്രസക്തി കൂടുന്നത്. ഇപ്പോൾ സാറ് സിവിൽ സർവീസ് മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ്, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. സാറ് എഞ്ചിനീയറിംഗ് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. സാറ് സംരംഭകനാണ്, അതുകൂടാതെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകനുമൊക്കെയാണ്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ളവരെ എല്ലാവരും യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ ഒരു നേർചിത്രമാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ട്രംപ് ഭരണത്തിലേറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ആദ്യം ചെയ്തത്, വാസ്തവത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം കൂടെ നിർത്തിയത് ഇലൻ മസ്കിനെയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ തന്നെ ഇന്ത്യൻ വംശജനായിട്ടുള്ള വിവേക് രാമസ്വാമിയാണ്. അവരൊക്കെ യഥാർത്ഥത്തിൽ ബില്യണേഴ്സ്, മൾട്ടി ബില്യണേഴ്സാണ്. സംരംഭക രംഗത്ത് വലിയ വിജയം കൊയ്ത, ലോകത്തിന് തന്നെ ടെക്സ്റ്റൈൽ കാറോ അല്ലെങ്കിൽ മറ്റു പലതും കൊടുക്കുന്നവരാണ്. അപ്പോൾ ഇവരെ എല്ലാവരും ചേർത്തിട്ട് ഡോജ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ സംവിധാനം രൂപപ്പെടുകയായിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് ഇൻ എഫിഷ്യൻസി എന്നാണ്. കാര്യക്ഷമതാ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ കേരള സംസ്ഥാനം ഉൾപ്പെടെ സാറിപ്പോൾ കുറച്ച് പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അത് ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടൊന്നും നമുക്ക് ഞാനോ അല്ലെങ്കിൽ നമ്മളാരും അത് ചർച്ച ചെയ്യേണ്ട സാഹചര്യമല്ലിത്. അതേ സമയത്ത് നമ്മുടെ സംസ്ഥാനത്തിന് ഈ നിലവിലുള്ള സർക്കാരിനായിരുന്നാലും ഭാവിയിൽ വരുന്ന സർക്കാരായിരുന്നാലും അത് നമ്മുടെ രാജ്യം ഇന്ന് ഭരിക്കുന്ന സർക്കാരായിരുന്നാലും ഒരു പരിധി വരെ ട്രംപിൻ്റെ ദിശയിലേക്ക് മാറേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും സംരംഭകരായിരിക്കും യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ ഒരു രീതിയിൽ പറഞ്ഞാൽ ഭരണയന്ത്രത്തിൻ്റെ ഭാഗമാകാൻ പോകുന്നത് സിവിൽ സർവീസുകാർക്കൊപ്പം. ബ്യൂറോക്രസി എന്ന് നമ്മുടെ ഒരു ഭാഗമാണ്. ആ ബ്യൂറോക്രാറ്റ്സ് എന്ന് പറയുന്ന അത് IAS ആകട്ടെ, IPS ആകട്ടെ, IRS ആകട്ടെ, IFS ആകട്ടെ, ഇവരെല്ലാവരും നമുക്ക് ആവശ്യമാണ്. പക്ഷെ അതിനോടൊപ്പം സംരംഭക മേഖലകളിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിവിടെ വന്നിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ 40 വർഷത്തോളമായിട്ട് സ്വയം ഒരു സംരംഭകനായതുകൊണ്ട് കൂടിയാണ്. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ആൾ, ഞാൻ ജോലി രാജിവെച്ചത് കൊണ്ടാണ് എനിക്കിന്ന് ഏതാണ്ട് 650-700ഓളം പേർക്ക് ജോലി കൊടുക്കാൻ കഴിയുന്നത്. അപ്പോൾ അതുകൂടാതെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് അക്കാഡമിഷ്യനും ആകാൻ കഴിയും. രണ്ടും ഒരുമിച്ച് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസമാണ് കുട്ടികൾക്ക് നൽകേണ്ടതെന്നും
അതിൽ കുട്ടികൾ തിരഞ്ഞെടുക്കേണ്ട സബ്ജക്ട്സ്, സാർ ചോദിച്ച ചോദ്യത്തിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ആ സബ്ജക്ട്സ് എന്താണെന്നുള്ളതും കുട്ടികൾ ഒരു +2 കോഴ്സിന് ഏത് സ്കൂളുകളിലോ ചേർന്നോട്ടെ, ആ സ്കൂളിൽ ചേർന്ന് കഴിയുമ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ള സബ്ജക്ട്സ് എടുത്ത് തിരഞ്ഞെടുക്കുക, ഇത് പഠിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഹയർ എഡ്യൂക്കേഷൻ കോഴ്സിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ 4 ഇയർ ഡിഗ്രി കോഴ്സ്, അത് എഞ്ചിനീയറിംഗ് ആകട്ടെ, അത് മറ്റുള്ള കോഴ്സുകളാകട്ടെ, അവർക്ക് തീർച്ചയായിട്ടും ഈ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പോലും, വാസ്തവത്തിൽ പലർക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല, അതായത് ഇപ്പോൾ കേരളത്തിലുള്ള മറ്റ് എഞ്ചിനീയറിംഗ് മേഖലകൾ മാത്രമല്ല മറ്റെല്ലാ മേഖലകളിലും നമ്മുടെ വെറ്റിനറി കോളേജുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ അവരെല്ലാം തന്നെ BBA കോഴ്സോ MBA കോഴ്സോ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ തീർച്ചയായിട്ടും അമൃത യൂണിവേഴ്സിറ്റിയും ഇതുപോലുള്ള ഒരുപാട് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സോ MBA കോഴ്സോ BBA കോഴ്സോ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സുകളിൽ ഏതിൽ ആണോ കുട്ടികൾ എത്തിച്ചേരേണ്ടത് അതിലേക്ക് എത്തിച്ചേരാനാണ് ഇപ്പോൾ 4 ഇയർ ഡിഗ്രിയിലൂടെ യഥാർത്ഥത്തിൽ 8 സെമസ്റ്ററിലൂടെ കുട്ടികൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും നമ്മളൊക്കെ പഠിച്ചതുപോലെ ഒരു മെയിൻ സബ്ജക്റ്റും 2 സബ്സിഡറി സബ്ജക്റ്റും കൂടെ ഇംഗ്ലീഷും മറ്റൊരു ലാംഗ്വേജും അല്ല പഠിക്കാൻ പോകുന്നത്. 8 സെമസ്റ്ററിലൂടെ 10 12 14 16 വിഷയങ്ങളായിരിക്കും. ആ സമയത്ത് ആണ് ഈ പറയുന്ന നൈപുണ്യ വികസനത്തിനുള്ള സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാൻ അവസരമുണ്ടാകുന്നത്. മാത്രവുമല്ല, ഈ 4 ഇയർ ഡിഗ്രി കോഴ്സിൽ ഒരു കോളേജിൽ ചേർന്ന് കഴിഞ്ഞാൽ, ഒരു യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടൊരു കോളേജിൽ ചേർന്ന് കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞതിന് ശേഷം, ഈവൻ 1 വർഷം കഴിഞ്ഞ് 2 സെമസ്റ്റർ കഴിഞ്ഞതിന് ശേഷവും കുട്ടികൾക്ക് കോളേജ് മാറാം, യൂണിവേഴ്സിറ്റി മാറാം. പ്രത്യേകിച്ചും 4th ഇയറിലെത്തുമ്പോൾ 4ാം വർഷത്തിലേക്ക് 7ാം സെമസ്റ്ററിലേക്ക് കടക്കുമ്പോൾ ഏത് കോളേജിലാണോ അവരവർ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള സബ്ജക്ട്സ് പഠിപ്പിക്കുന്നത് ആ കോളേജിലേക്ക് യൂണിവേഴ്സിറ്റി പോലും മാറാം, ഡിഗ്രി കോഴ്സിലുള്ള കോളേജ് മാറാം. അവരുടെ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏത് കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇപ്പം നമുക്കിവിടെ ട്രിവാൻഡ്രത്ത് ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, അമൃത ഉൾപ്പെടെയുള്ളത് കൊല്ലത്താണെങ്കിലും. ഇവിടെ എല്ലാം തന്നെ കുട്ടികൾക്ക് അവരുടെ ഇഷ്ടമുള്ള കോഴ്സും സബ്ജക്റ്റും അവിടെ ഉണ്ടെങ്കിൽ അത് പഠിക്കാൻ കുട്ടികൾക്ക് പ്രവേശനം നേടാൻ ഒരു തടസ്സവും നിൽക്കുന്നില്ല എന്നുള്ളതാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ NEP 2020 രാജ്യത്ത് സംജാതമാകാൻ പോകുന്നത്. അതുകൊണ്ട് രക്ഷിതാക്കൾക്ക് ഇതിനകത്ത് റോളില്ല, വിദ്യാർത്ഥികൾക്കാണ് ഇതിൻ്റെ എല്ലാ അവകാശവും അവർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് രക്ഷിതാക്കളോടായിട്ട് പറയാനുള്ളത്.